പ്രിയമുള്ളവരെ, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എറണാകുളം BTCയുടെ ഉല്ലാസയാത്രയിലാണ്. ഇന്ന് ഞങ്ങൾ കാണുവാൻ പോകുന്ന സ്ഥലം ഭൂതത്താൻകെട്ട്, മാമലക്കണ്ടം, മുനിപ്പാറ, ആനക്കുളം, ലക്ഷ്മി എസ്റ്റേറ്റ്, ഓൾഡ് മൂന്നാർ എന്നിവയെല്ലാം കണ്ട് തിരിച്ചെത്തുന്ന ഒരു വൺ ഡേ ട്രിപ്പാണ്. വെറും 830 രൂപയ്ക്ക്. ഇന്ന് ഞങ്ങൾ കയറുന്നത് എളംകുളം ജംഗ്ഷനിൽ നിന്നുമാണ്. കൂടെ 2 പുതിയ ആൾക്കാർ കൂടി വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോഴേക്ക് ഞങ്ങളുടെ ബസ് എത്തി. ഇന്നത്തെ ബസിന്റെ ഡ്രൈവർ പ്രദീപ് ചേട്ടനും കോർഡിനേറ്റർ പ്രവീൺ ചേട്ടനുമാണ്. കോർഡിനേറ്റർ എല്ലാവരെയും സ്വാഗതം ചെയ്ത് ഈ യാത്രയെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങളും നൽകി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഈ ഉല്ലാസയാത്രയിലെ ആദ്യമായിട്ട് വരുന്നവരും നിരവധി തവണ പോയിട്ടുള്ളവരും ഒക്കെയുണ്ട്. അതുകൂടാതെ ഉല്ലാസയാത്ര കൂടാതെ പുറം ലോകങ്ങളൊക്കെ ചുറ്റി സഞ്ചരിച്ച് സഞ്ചാരികളും ഈ യാത്രയിൽ പങ്കാളികളാകുന്നു. അവരവരുടെ പേരും സ്ഥലവും ജോലിയുമെല്ലാം പരിചയപ്പെടുത്തി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് ഈ യാത്ര. കോതമംഗലം ഡിപ്പോയിൽ നിർത്തി ഫ്രഷപ്പ് ആയതിനു ശേഷം ചായയും കുടിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ് ആദ്യത്തെ പോയിന്റായ ഭൂതത്താൻകെട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ ഭൂതത്താൻകെട്ടിലെത്തിയിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലെ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ പെരിയാറിന് കുറുകെയുള്ള ഒരു അണക്കെട്ടാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ട്. പെരിയാർ നദിയുടെ ജലസേചന പദ്ധതി എന്ന പേരിൽ 1957 ഭൂതത്താൻകെട്ട് അണക്കെട്ട് പണി തുടങ്ങി. 1964 കമ്മീഷൻ ചെയ്ത അണക്കെട്ടിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള PWD ആണ്. ഇതിന്റെ ഉയരം 39 അടിയും നീളം 692 അടിയുമാണ്. ഭൂതത്താൻകെട്ടിന് ഒരു ഐതിഹ്യമുണ്ട്. തൃക്കരിയൂർ മഹാദേവ ക്ഷേത്രം വെള്ളം കയറ്റി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഭൂതങ്ങൾ പെരിയാറിന് കുറുകെ വമ്പൻ കല്ലുകൾ നിരത്തി അണക്കെട്ട് പണി ആരംഭിച്ചു. എന്നാൽ ഇത് മനസ്സിലാക്കിയ പരമശിവൻ ഒരു കോഴിയുടെ രൂപം സ്വീകരിച്ച് അണക്കെട്ടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് മുൻപേ കൂവുകയും ഭൂതങ്ങൾ പ്രഭാതമായി എന്ന് വിചാരിച്ച് ഓടിമറയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം.
പുഷ്പം കണ്ടെടുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരമുറിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരമുറിഞ്ഞൊഴിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ മാനത്തെ വനജോത്സ നനയ്ക്കുവൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാരിൽ വന്നു മൂരാളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ അഴകുള്ള സൈനവ ഇളമാൻ കിടാവും പോലെ വന്നതെന്തിനാണു നീ? ഓ സൈനവ അലികുള്ള സൈനവ ജീവനായതെന്തിനാണു നീ? മാനല്ല ഞാൻ മാനല്ല ഞാൻ. പ്രിയമുള്ളവരെ, ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും എന്ന ഈരടി ഗാനം പാടിയത് പ്രശസ്തമായ കൊങ്ങിണി എഴുത്തുകാരനും പ്രഭാഷകനും ലോകസഞ്ചാരിയും കൂടിയായ എസ് രാമകൃഷ്ണ കെണി സാറാണ്. സാറ് നടത്തിയിട്ടുള്ള പല അഭിമുഖങ്ങളുമുണ്ട്. അതിലെ 1-2 ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. മരങ്ങളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും കുന്നിൻപുറങ്ങളും ഒക്കെയായി 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ ഗ്രാമത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. മാമലക്കണ്ടം. കാടിന് നടുവിലൂടെ ഒരു ഗ്രാമം, അവിടെ ഒരു സർക്കാർ സ്കൂൾ. ആ സ്കൂൾ ഇന്ന് വെറും ഒരു സ്കൂളല്ല, എറണാകുളം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. സ്കൂളിന് 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. എല്ലായിടത്തും പച്ചപ്പുള്ള വിദൂര കാഴ്ചകൾ. എത്ര സമയം നോക്കി നിന്നാലും മടുക്കാത്ത പ്രകൃതി ഭംഗി. മാമലക്കണ്ടം സർക്കാർ സ്കൂൾ സിനിമകളുടെയും സീരിയലുകളുടെയും ലൊക്കേഷൻ കൂടിയാണിവിടം.
ഇനി കുറച്ചു നേരം ഓഫ് റോഡ് യാത്ര. ജീപ്പിൽ കയറി കുന്നും മലയും കുഴിയും ഒക്കെ താണ്ടി ഞങ്ങൾ മുനിപ്പാറയെ ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു. അങ്ങനെ ഞങ്ങൾ മുനിപ്പാറയിലെത്തി. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് ദർശിക്കുവാൻ സാധിക്കുന്നത്. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. പച്ചപ്പുകളുടെയും അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ാണ് മാമലക്കടത്ത് വന്നുള്ളത്. ഒന്ന് മുനിപ്പാറ എന്ന് പറയും. അത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് ഈ കാണുന്ന 32,000 വർഷമുള്ള പഴക്കമുള്ള മുനിയാറയായി കാണുന്നു. മുനിയാറ. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള കൊയിനിപ്പാറ എന്ന് പറയും. ഇതേ മലയുടെ ടോപ്പിലോട്ടാണ് പോകുന്നത്. കേരളത്തിലെ നമ്പർ 1 ഓഫ് റോഡാണ്. തുടർന്ന് നമ്മുടെ 4x4 ജീപ്പ് മാത്രം കയറി ചെല്ലുന്ന കേരളത്തിലെ നമ്പർ 1 ഓഫ് റോഡ്. നമ്മളിവിടെ മാമലക്കടത്ത് വരുവാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് നമ്മൾ മെയിനായിട്ട് ഓഫ് റോഡ് എടുത്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൂലമുള്ള ഒരു മുനിയറയാണ്. ഇവിടെ മഴ പെയ്യാണ്ട് വരുമ്പോൾ ഈ ഇവിടെ വന്നിട്ട് ഇവിടെ പരിസരവാസികളെല്ലാവരും വന്നിട്ട് പണ്ട് കാലമുള്ള ഒരു ആചാരം അത്. ഇവിടെ നിന്ന് പായസം വെക്കും. പായസം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി പോണയ്ക്ക് മുമ്പ് തന്നെ മഴ പെയ്തിരിക്കും. അതല്ലെങ്കിൽ ഒരു 2 ദിവസത്തിനാണെങ്കിലും മഴ പെയ്യും. ഈ പാറ രണ്ടും ഇങ്ങനെ അത് ആൾക്കാർ വെച്ചാണല്ലോ. ഇത് പണ്ട് കാലം മുതൽ മുനിമാർ ഇവിടെ വന്ന് താമസിച്ചിരുന്നതാണ്. അതാണ് അങ്ങനെയാണ് മുനിയാറ എന്ന് പേര് വന്നത്. ആ കാണുന്ന അവിടെ വാൽപ്പാറയാണ്. അത് വാൽപ്പാറയുടെ എൻ്റെ അങ്ങേറ്റത്ത് കാണുന്നത്. അത് വാൽപ്പാറയുടെ ഉണ്ടല്ലേ. അതായത് ഏറ്റവും അങ്ങപ്പുറത്ത് കാണുന്ന മുടി ഉണ്ടാവും. അത് മലക്കപ്പാറ, വാൽപ്പാറ. ആദിവാസികളുടെ പൂജക്കൊക്കെ വരാറുണ്ടോ? ഇപ്പൊ ആദിവാസികൾ ഇത് പൂജ ചെയ്യണ്ട ഇവിടെ. അവരൊരു കാട്ടിലുമായിട്ട് ബന്ധപ്പെട്ട ആചാരമാണ്. അപ്പൊ അവര് ഇവിടെ വന്നിട്ട് ഇപ്പോഴും ഉണ്ട് തിരിയൊക്കെ കത്തിച്ച്. അപ്പൊ ഈ ആദിവാസികൾ ഇവിടെ തന്നെ താമസിക്കും. പിന്നെ നമ്മളാ പോകുന്നതിന്റെ തൊട്ടപ്പുറത്തെ ആദിവാസി മേഖലയാണ്. അവിടെ നിന്ന് നടന്നു വരും. ഇളംപ്ലാശ്ശേരി ആദിവാസി മേഖല. എന്താണ് നടക്കുക?
അത് അവർക്ക് കാട്ടുകയിലല്ല അവർ നടക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ ടോപ്പിലിരിക്കുന്ന കല്ല് കണ്ടോ, അത് ഒറ്റ കല്ലായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അത് 3 അറകളാണ്, 3 മുറികളാണ്. ആ ഒറ്റ കല്ലായിട്ട് നല്ല ആ കല്ലുകളൊക്കെ ചെരിഞ്ഞിരിക്കുന്ന കറക്റ്റ് നേരെ ഇരുന്ന് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അത് ഇപ്പം ഓരോ കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ കല്ലുകളൊക്കെ ഉരുട്ട് വന്ന് അങ്ങനെ ക്ഷയിച്ചു പോകുന്നതാണ്. ഓക്കെ, താങ്ക് യു. അടുത്തൊന്ന് ഓരോരുത്തരെ ഫോക്കസ് ചെയ്തോ. ക്ലോസപ്പാ. അയ്യോ വീഡിയോയുടെ ദൈർഘ്യം മൂലം ബാക്കിയുള്ള പോയിന്റുകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ളത് കാണാം.